എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ബികോം BBA റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ബാക്കിയുള്ള BA, BSc, BA അഫ്സൽ ഉലമ പോലെയുള്ള റിസൾട്ടുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോം BBA റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ബികോം BBA റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ BA, BSc, BA അഫ്സൽ ഉലമ പോലെയുള്ള റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നില്ല. നമ്മൾ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു 2-3 ദിവസത്തിനകം വരുമെന്ന്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതാ BA, BSc, BA അഫ്സൽ ഉലമ പോലെയുള്ള റിസൾട്ടുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗൂഗിളിലോ ക്രോമിലോ ഡയറക്റ്റ് കയറി സെർച്ച് ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ എന്ന സെൻറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. പരീക്ഷാ ഭവൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. ആ എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അവിടെ BA, BSc, BA അഫ്സൽ ഉലമ, CBCSS 3rd സെമസ്റ്റർ എക്സാം നവംബർ 2024, 2019, 2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട് പബ്ലിഷ്ഡ്. BA, BSc, BA അഫ്സൽ ഉലമ, CBCSS 3rd സെമസ്റ്റർ എക്സാം നവംബർ 2024, 2019, 2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകാൻ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. അവിടെ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ റീവാലുവേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 2 തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ കൊടുക്കുന്നത്. 2 തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ കൊടുക്കുന്നത്. ഒന്ന്, നിങ്ങൾ 1-2 മാർക്കിനോ ഫെയിലായി പോയവർ. ഇപ്പം നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ എക്സാമിൽ ഏതാണ്ട് 16 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് 14-15 മാത്രമേ കിട്ടിയുള്ളൂ. 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഫെയിലായിപ്പോയി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ സാധിക്കും. ഉറപ്പൊന്നും പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഫോർ ട്രൈ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെയാണ് നിങ്ങൾ ഫെയിലായി പോയതെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ ഒരു ബെറ്റർ ഓപ്ഷനാണ്. 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഫെയിലായി പോയെങ്കിൽ. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ. 2 കൂട്ടർ വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ കൊടുക്കുന്നത്. ഒരു വിഭാഗം വിദ്യാർത്ഥികൾ 1-2 മാർക്കിന് പോയ വിദ്യാർത്ഥികൾ. ഇനി രണ്ടാമത്തെ വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു 35 മാർക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു 35 മാർക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾക്ക് 25-30 മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുകയാണ്, 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങളൊരു 35 എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു 25-30 മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും, ഇങ്ങനെയല്ലല്ലോ എൻ്റെ റിസൾട്ട് വരേണ്ടത്. ഞാൻ എഴുതിയത് വെച്ച് ഞാൻ നല്ല രീതിയിൽ എക്സാം എഴുതിയിരുന്നു. ഇത്രയും കുറഞ്ഞ മാർക്ക് എനിക്ക് ലഭിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇത്രയും കുറഞ്ഞ മാർക്ക് എനിക്ക് ലഭിക്കാൻ സാധ്യതയില്ല. ഞാൻ നല്ല രീതിയിൽ തന്നെയാണല്ലോ എക്സാം എഴുതിയത്. എന്നിട്ടും ഞാൻ വിചാരിച്ചതിൻ്റെ അടുത്ത് പോലും ഈ റിസൾട്ട് വന്നിട്ടില്ലല്ലോ. ഞാൻ 35 എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, എന്നാൽ എനിക്ക് 25-30 മാത്രമേ കിട്ടുള്ളൂ. 5-10 മാർക്കിൻ്റെ ഡിഫറൻറ്റ് എനിക്കുണ്ട്. ഇങ്ങനെ വരാൻ സാധ്യതയില്ല. ഈ പേപ്പർ നോക്കിയപ്പോൾ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ മാർക്കൊക്കെ കിട്ടേണ്ടതാണ്. അങ്ങനെയുണ്ടെങ്കിൽ, നിങ്ങൾക്കത് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വിചാരിച്ച മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും പിന്നെ 1-2 മാർക്കിന് ഫെയിലായി പോയ വിദ്യാർത്ഥികളുമാണ് റീവാലുവേഷൻ കൊടുക്കുക. ഒന്ന് നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു 35 എക്സ്പെക്റ്റ് ചെയ്തിരുന്നു,
40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ നിങ്ങൾ 35 എക്സ്പെക്ട് ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾക്ക് 25 30 മാത്രമേ കിട്ടിയുള്ളൂ. 5 മാർക്ക് ടു 10 മാർക്ക് നിങ്ങൾ വിചാരിച്ചതിൽ നിങ്ങൾക്ക് കുറവാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു തോന്നൽ വരും, ഞാൻ എഴുതിയത് വെച്ച് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയാൽ പോരാ, കുറച്ചും കൂടി എനിക്ക് കിട്ടണം, പേപ്പറിൽ നോക്കിയപ്പോൾ എന്തോ മിസ്റ്റേക്ക് നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ എക്സാമിൽ 16 മാർക്ക് നിങ്ങൾക്ക് ജയിക്കാൻ വേണം. എന്നാൽ നിങ്ങൾക്ക് 14 15 കിട്ടി. നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ എക്സാമിൽ, ഞാനിപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ എക്സാമിൽ 16 മാർക്ക് ജയിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് 14 15 കിട്ടി. 1 മാർക്കിനോ 2 മാർക്കിനോ ഫെയിൽ ആയിപ്പോയി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫോർ ട്രൈ എന്ന് പറഞ്ഞ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 2 വിഭാഗം, ഈ അല്ലാത്ത വിദ്യാർത്ഥികളും റീവാലുവേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ 2 വിഭാഗം വിദ്യാർത്ഥികളാണ് കൂടുതലായും റീവാലുവേഷൻ കൊടുക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു, റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന്, നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ റീവാലുവേഷൻ ബെറ്റർ ഓപ്ഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ അടയ്ക്കുന്ന ഏതാണ്ട് 705 സെമ്മിൻ്റെ റിസൾട്ട് വന്നപ്പം ഏതാണ്ട് 780 രൂപയാണ് റീവാലുവേഷൻ ഫീസ്. 780. തേർഡ് സെമ്മിനും ഏതാണ്ട് അത്രയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വെറുതെ പണം കൊണ്ട് കളയാന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ മാർക്ക് കൂടുമെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ ഒരു ബെറ്റർ ഓപ്ഷനാണ്. മാർക്ക് കൂടുമെന്ന് ഗ്യാരണ്ടി ഉള്ളവർക്ക് റീവാലുവേഷൻ ഒരു ബെറ്റർ ഓപ്ഷനാണ്. റീവാലുവേഷൻ ബെറ്റർ ഓപ്ഷനാണ്. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്ക്രീൻ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.